എല്ലാവർക്കും നമസ്കാരം. ഒരു വിവാഹബന്ധം നിയമപരമായി അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ എന്തൊക്കെയാണ് അതിന്റെ അടിസ്ഥാനങ്ങൾ? അതായത് വെറുതെ അങ്ങ് പിരിയാൻ പറ്റോ? ഇല്ല. ഇന്ത്യയിലെ ഹിന്ദു മാരേജ് ആക്ട് അനുസരിച്ച് വേർപിരിയാനായാലും ഡിവോഴ്സിനായാലും നിയമം അംഗീകരിക്കുന്ന ചില വ്യക്തമായ കാരണങ്ങൾ വേണം. കേൾക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നാമല്ലേ? പക്ഷെ നമുക്ക് വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോ ഒരു കല്യാണം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് നിയമം ശരിക്കും എന്താണ് പറയുന്നത്? ഇതൊരു ഇമോഷണൽ ചോദ്യം മാത്രമല്ല. ഇതിന് വളരെ കൃത്യമായ ഘടനാപരമായ നിയമപരമായ ഉത്തരങ്ങളുണ്ട്. ആ ഉത്തരങ്ങളിലേക്കാണ് നമ്മളിന്ന് കടന്നു ചെല്ലുന്നത്. നമ്മളിന്ന് എന്തൊക്കെയാണ് ചർച്ച ചെയ്യുന്നതെന്ന് വേഗത്തിലൊന്ന് നോക്കാം. എന്താണ് ഈ നിയമപരമായ കാരണങ്ങൾ? ഭർത്താവിനും ഭാര്യയ്ക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന കാരണങ്ങൾ ഏതൊക്കെ? ആരോഗ്യം അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഒരു കാരണമാകുമോ? പിന്നെ ഭാര്യയ്ക്ക് മാത്രമായി എന്തെങ്കിലും പ്രത്യേക അവകാശങ്ങളുണ്ടോ? അവസാനം എന്തിനാണ് നിയമം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത് എന്നും നമ്മൾ നോക്കും. ശരി, നമുക്ക് ഏറ്റവും ബേസിക് ആയ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ഈ ലീഗൽ ഗ്രൗണ്ട്സ് അഥവാ നിയമപരമായ കാരണങ്ങൾ? സിമ്പിളായി പറഞ്ഞാൽ, കോടതിയിൽ പോയി എനിക്ക് പിരിയണം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് കൊടുക്കുന്ന ഉത്തരമാണിത്. ആ കാരണം നിയമം അംഗീകരിക്കുന്ന ഒന്നായിരിക്കണം. അല്ലാതെ വ്യക്തിപരമായ ഇഷ്ടക്കേടുകൾക്ക് നിയമത്തിൽ സ്ഥാനമില്ല. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ജുഡീഷ്യൽ സെപ്പറേഷനും ഡിവോഴ്സും രണ്ടും രണ്ടാണ്. ജുഡീഷ്യൽ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നിയമപരമായി അകന്ന് താമസിക്കാം, പക്ഷെ വിവാഹബന്ധം അവിടെ തന്നെ ഉണ്ടാവും. എന്നാൽ ഡിവോഴ്സോ ആ ബന്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുന്നു. പക്ഷെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ടെണ്ണത്തിനും കോടതിയെ സമീപിക്കാൻ വേണ്ട അടിസ്ഥാന കാരണങ്ങൾ, അതായത് ഗ്രൗണ്ട്സ്, മിക്കവാറും ഒന്ന് തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും കോമൺ ആയ കാരണങ്ങളിലേക്ക് കടക്കാം. അതായത് ഭർത്താവിനായാലും ഭാര്യയ്ക്കായാലും കോടതിയിൽ ഉന്നയിക്കാൻ പറ്റുന്ന കാരണങ്ങൾ. ഇവയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതും. പ്രധാനമായും 3 എണ്ണമാണ് ഇതിൽ വരുന്നത്: അഡൽട്ടറി അഥവാ വ്യഭിചാരം, ക്രൂവൽറ്റി അഥവാ ക്രൂരത, പിന്നെ ഡെസേർഷൻ അതായത് ഉപേക്ഷിച്ചു പോകുന്നത്. നമുക്കിവ ഓരോന്നും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യം അഡൽട്ടറി. ഇതിന്റെ നിയമപരമായ നിർവചനം വളരെ വ്യക്തമാണ്. വിവാഹശേഷം സ്വന്തം പങ്കാളിയല്ലാതെ മറ്റൊരാളുമായി സ്വന്തം ഇഷ്ടപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. ഇവിടെ ഈ സ്വന്തം ഇഷ്ടപ്രകാരം അഥവാ വോളണ്ടറി എന്ന വാക്കിന് വലിയ പ്രാധാന്യമുണ്ട്. അതായത് നിർബന്ധിപ്പിച്ചു ചെയ്യുന്നൊരു കാര്യം ഇതിന്റെ പരിധിയിൽ വരില്ല. ഇനി അടുത്തത് ക്രൂവൽറ്റി അഥവാ ക്രൂരത. ക്രൂരതയെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് ശാരീരികമായ ഉപദ്രവങ്ങളായിരിക്കും, അല്ലേ? പക്ഷെ നിയമം അങ്ങനെയല്ല കാണുന്നത്. ശാരീരികമായ ക്രൂരത പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഗൗരവത്തോടെ മാനസികമായ ക്രൂരതയെയും നിയമം കാണുന്നുണ്ട്. അതായത് ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, ഒരുതരം പേടിയോടുകൂടി ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഏതൊരു പെരുമാറ്റവും ക്രൂരതയുടെ പരിധിയിൽ വരാം. ഇപ്പോൾ ഉദാഹരണത്തിന്, നിർത്താതെയുള്ള വഴക്ക്, മാനസികമായി തളർത്തുന്ന സംസാരം, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അപമാനിക്കുന്നത്, എന്തിന് സ്ത്രീധനത്തിന്റെ പേരിലുള്ള ബുദ്ധിമുട്ടുകൾ വരെ ഇതിൽപ്പെടും. മൂന്നാമത്തെ കാരണം ഡെസർഷൻ അഥവാ ഉപേക്ഷിക്കലാണ്. ഇതിന് 2 പ്രധാന ഘടകങ്ങളുണ്ട്. ഒന്ന്, ഒരു പങ്കാളി മറ്റേയാളെ ഉപേക്ഷിച്ചു പോകുന്നു. 2, അതിന് തക്കതായ കാരണമോ മറ്റേയാളുടെ സമ്മതമോ ഇല്ല. അതായത് വിവാഹബന്ധം തുടരാൻ യാതൊരു ഉദ്ദേശവുമില്ലാതെ ഉപേക്ഷിച്ചു പോകുന്നതിനെയാണ് നിയമം ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു കണ്ടീഷനുണ്ട്. ഹർജി കൊടുക്കുന്നതിന് തൊട്ടു മുൻപായി കുറഞ്ഞത് 2 വർഷമെങ്കിലും തുടർച്ചയായി ഈ ഉപേക്ഷിച്ചു പോകൽ ഉണ്ടായിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ, പെട്ടെന്നൊരു ദിവസം പിണങ്ങിപ്പോയതിനെ ഡെസേർഷനായി കണക്കാക്കാൻ പറ്റില്ല. ശരി, ഇനി നമുക്ക് അടുത്തൊരു കാറ്റഗറിയിലേക്ക് പോകാം. ഇത് പങ്കാളിയുടെ തെറ്റായൊരു പ്രവൃത്തിയല്ല, മറിച്ച് അവരുടെ ആരോഗ്യപരമായ അവസ്ഥയോ മതപരിവർത്തനമോ അല്ലെങ്കിൽ നിയമപരമായ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രത്യേക സാഹചര്യങ്ങളാണ്. നമുക്ക് ഈ ടേബിളിലെ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഒന്നാമതായി, മതപരിവർത്തനം. പങ്കാളികളിൽ ഒരാൾ ഹിന്ദുമതം ഉപേക്ഷിച്ച് വേറെ ഏതെങ്കിലും മതം സ്വീകരിച്ചാൽ മറ്റേയാൾക്ക് വിവാഹമോചനം ആവശ്യപ്പെടാം. അടുത്തത് മാനസികാസ്വാസ്ഥ്യം. പക്ഷേ ഇത് സാധാരണ ഒരു മാനസിക പ്രശ്നമല്ല. ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്തതും ഒരുമിച്ച് ജീവിക്കുന്നത് അസാധ്യമാക്കുന്നതുമായ അവസ്ഥയായിരിക്കണം. മറ്റൊന്ന്, പകർച്ചവ്യാധിയുടെ രൂപത്തിലുള്ള ലൈംഗിക രോഗങ്ങൾ. പിന്നെ വരുന്നത് സന്യാസം സ്വീകരിക്കലാണ്. ഒരാൾ സന്യാസം സ്വീകരിക്കുന്നതോടെ വിവാഹജീവിതത്തിലെ എല്ലാ കടമകളിൽ നിന്നും ഒഴിഞ്ഞുമാറുന്നു. അതിനാലിത് ഒരു കാരണമായി നിയമം കാണുന്നു. അവസാനമായി, ഒരാളെക്കുറിച്ച് 7 വർഷമോ അതിൽ കൂടുതലോ യാതൊരു വിവരവുമില്ലാതെ കാണാതാവുക. ഈ സാഹചര്യത്തിൽ ആ വ്യക്തി നിയമപരമായി മരിച്ചതായി കണക്കാക്കപ്പെടും. പങ്കാളിക്ക് വിവാഹമോചനം നേടാം.
നമ്മൾ ഇതുവരെ സംസാരിച്ചത് രണ്ട് കൂട്ടർക്കും ഉപയോഗിക്കാവുന്ന കാരണങ്ങളെപ്പറ്റിയാണ്. എന്നാൽ നിയമം സ്ത്രീകൾക്ക് ചില പ്രത്യേക പരിരക്ഷകൾ നൽകുന്നുണ്ട്. അതായത്, ഭാര്യയ്ക്ക് മാത്രമായി ഉന്നയിക്കാൻ കഴിയുന്ന ചില കാരണങ്ങൾ. നമുക്കതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ 3 വളരെ പ്രധാനമാണ്. 1 ബിഗമി, അതായത് ഭർത്താവിന് വേറെ ഭാര്യ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഭാര്യയ്ക്ക് ഡിവോഴ്സ് ഫയൽ ചെയ്യാം. 2 ഭർത്താവ് ബലാത്സംഗം, സോഡമി പോലുള്ള ഗുരുതരമായ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടാൽ. 3 ശൈശവ വിവാഹവുമായി ബന്ധപ്പെട്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണിത്. ഒരു പെൺകുട്ടിയുടെ വിവാഹം 15 വയസ്സിന് മുമ്പാണ് നടന്നതെങ്കിൽ അവൾക്ക് 18 വയസ്സാവുന്നതിനു മുമ്പ് ആ വിവാഹബന്ധം വേണ്ടെന്ന് വെക്കാനും നിയമപരമായി പിരിയാനും സാധിക്കും. അപ്പൊ നമ്മൾ ഇത്രയധികം കാരണങ്ങൾ കണ്ടു. ഇപ്പോഴൊരു ചോദ്യം സ്വാഭാവികമായും വരും, അല്ലേ? എന്തിനാണ് നിയമം ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ എണ്ണിപ്പറയുന്നത്? ഇതിന്റെയെല്ലാം യഥാർത്ഥ ഉദ്ദേശമെന്താണ്? ഉത്തരം വളരെ ലളിതമാണ്. ഒരു വിവാഹബന്ധം ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ബന്ധത്തിൽ നിന്ന് പുറത്തുവരാൻ വ്യക്തവും നീതിയുക്തവുമായ ഒരു വഴി ഒരുക്കുക എന്നതാണ് നിയമത്തിന്റെ ലക്ഷ്യം. അതായത്, തോന്നിയ പോലെ പിരിയാൻ അനുവദിക്കാതെ അതിനൊരു കൃത്യമായ ചട്ടക്കൂട് നൽകുക. ഈ ഒരു വാചകം ഇതിന്റെ എല്ലാം ഒരു സംഗ്രഹമാണ്. വിവാഹമോചനം എളുപ്പമാക്കുക എന്നല്ല ലക്ഷ്യം, മറിച്ച് ഒരു വിവാഹബന്ധം തുടരുന്നത് അസാധ്യമാകുമ്പോൾ അതിനൊരു പരിഹാരം നൽകുക എന്നതാണ്. നിയമം ഒരു രക്ഷാമാർഗമാണ് നൽകുന്നത്, അല്ലാതെ എളുപ്പത്തിൽ ഒഴിഞ്ഞു മാറാനുള്ള ഒരു വഴിയല്ല. അപ്പോ നമ്മൾ ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾ കൈവിടുന്നു. ഒരു വിവാഹബന്ധം അവസാനിപ്പിക്കുമ്പോൾ അതിലുൾപ്പെട്ട് എല്ലാവർക്കും നീതി കിട്ടുന്നു എന്ന് ഉറപ്പാക്കാൻ ഇതുപോലുള്ള കൃത്യമായ നിയമപരമായ കാരണങ്ങൾ എങ്ങനെയാണ് സഹായിക്കുന്നത്? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. നിയമത്തിന്റെ പ്രാധാന്യം നമുക്കപ്പോൾ കൂടുതൽ വ്യക്തമാകും. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.